പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് മുൻ അന്തർദേശീയ ഹോക്കി താരം ഓമനകുമാരി. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി മുൻ അന്തർദേശീയ ഹോക്കി താരം ശ്രീമതി ഓമനകുമാരി ആണ്. നമുക്ക് വിശേഷങ്ങൾ ഒരുപാട് ചോദിക്കാനുണ്ട്. 1975 മുതലുള്ള വിശേഷങ്ങൾ നമുക്കിതെല്ലാം ചോദിക്കാം. സ്വാഗതം മാഡം. ഈ കായിക കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛനും സഹോദരങ്ങളും എല്ലാം കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെയല്ല, താല്പര്യം അച്ഛന് ഇഷ്ടമായിരുന്നു സ്പോർട്സ്. കാരണം അച്ഛൻ ഗവൺമെന്റ് പ്രസ്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സെൻട്രൽ സ്റ്റേഡിയത്തിന് അടുത്താണ്. അങ്ങനെ ആ ഒരു ലെവലിൽ. പിന്നെ കോട്ടൺ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. കോട്ടൺ സ്കൂളിൽ 4 കായിക അധ്യാപകരാണ് അന്നുള്ളത്. അവിടെ ഇല്ലാത്ത സ്പോർട്സ് ഒന്നുമില്ല. പിന്നെ എടപ്പഴിഞ്ഞിയിൽ താമസമായപ്പോഴേ എനിക്ക് നല്ലപോലെ ഈ സ്പോർട്സിൽ ഇറങ്ങാനുള്ള ഒരു ഇത് കിട്ടി. പ്രാക്ടീസ് ചെയ്യാനും എല്ലാം കൂടെ. അതുപോലെ ടീച്ചർമാർ നല്ല ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അത് അങ്ങനെയാണ് സ്പോർട്സിലോട്ട് വന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് എന്താണ് വീട്ടിലേക്ക് പോകാനും വരാനും ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു. ഒരു സ്റ്റോപ്പിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ബെല്ലടിക്കുമ്പോൾ ഇറങ്ങി ഓടാനും അങ്ങനെ ഒരു ഇതായിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഹോക്കി, കാരണം മറ്റ് കായിക വിനോദങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ സ്കൂളിൽ? അതെ, എല്ലാ സ്പോർട്സും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിലും പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് SSLCക്ക് മൊത്തം 70 ദിവസത്തെ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. അവസാനം പരീക്ഷ എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞ അവസാനം അറ്റൻഡൻസ് എഴുതിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ അന്ന് എല്ലാ ഇതിലും ഉണ്ടായിരുന്നു. ഞാൻ 80 മീറ്റർ ഹഡിൽസിൽ പിന്നെ ഓൾ ഇന്ത്യ അലക്സ് മീറ്റ്, ഇപ്പോൾ ആ ടൂർണമെൻ്റൊന്നും കേൾക്കാനില്ല. ഓൾ ഇന്ത്യ അലക്സ് മീറ്റിൽ ഒളിമ്പ്യൻ വന്ദന റാവുവിൻ്റെ റെക്കോർഡ് ഭേദിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പം ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞാൽ അത്ലറ്റിൽ നിന്നാൽ മതി, അതാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഞങ്ങളുടെ സീനിയേഴ്സ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കേരള എന്നൊക്കെ എഴുതിയ ജേഴ്സിയൊക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യണ കണ്ടപ്പോൾ എനിക്കും അത് വേണമെന്നായി. പിന്നെ ഗോൾ കീപ്പർ പാഡൊക്കെ ഇട്ട് അങ്ങ് വേണമെങ്കിൽ അടി കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്നുള്ള ഒരു ഇതിൽ ആ താല്പര്യം എല്ലാം കൂടെ കൊണ്ടാണ് ഞാൻ ഹോക്കിയിലോട്ട് അങ്ങോട്ട് മാറിയത്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് വിമൻസ് കോളേജിൽ കയറിയപ്പോൾ സാറ് പറഞ്ഞു എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കില്ല. ഞാൻ പിന്നെ ഫുട്ബോൾ കളിക്കുമായിരുന്നു, വോളിബോൾ, ബാസ്കറ്റ് ബോൾ, എല്ലാ ഇതിലും ത്രോ ബോൾ നാഷണൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഹോക്കി തുടങ്ങി പിന്നെ 70-71 ആയപ്പോഴത്തേക്കും ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കളിച്ചു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പം അതിൽ ആലുവയിൽ നിന്ന് വെച്ച് നടന്ന ഓൾ ഇന്ത്യ ഇതിൽ എനിക്ക് ബെസ്റ്റ് ഓൾറൗണ്ടറായിട്ടുള്ള ട്രോഫി കിട്ടി. അപ്പം അന്ന് അച്ഛൻ ഹോസ്പിറ്റലിൽ വയ്യാതെ അടക്കുമായിരുന്നു. ആ ട്രോഫിയും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ അച്ഛൻ പറഞ്ഞു, മക്കളെ നീ കളിച്ചോ, പക്ഷെ അച്ഛൻ്റെ കുട്ടമ്പിള്ളേരെ പേര് നീ ചീത്താക്കരുത് എന്നൊരു വാക്കുകൊണ്ടില്ല. പിന്നെ അച്ഛൻ പക്ഷേ അത് കഴിഞ്ഞ് നാഷണൽ ഒന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹോക്കിയിൽ മാത്രമായി. 72 പിന്നെ ആദ്യമായിട്ട് കേരളം ജയിക്കുന്ന ജൂനിയർ ടീമിൻ്റെ മെമ്പറായി. അത് കഴിഞ്ഞിട്ട് 75 ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ കളിക്കുന്ന ബീഗൻ റസൂൾ ഇൻ്റർനാഷണൽ ഹോക്കി ടൂർണമെൻറ്റിൽ അതിലും മെമ്പറായി. അത് കഴിഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇന്ത്യ കളിച്ചു. പിന്നെ ഇത് സ്പോർട്സിൻ്റെ പേരിൽ എനിക്ക് 79 റെയിൽവേയിൽ ജോലി കിട്ടി. സ്കൂളിൽ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ കോളേജിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഹോക്കിയിൽ തന്നെ ഉറച്ചു നിർത്താൻ അധ്യാപകൻ നിർബന്ധിക്കുന്നത്. അപ്പോഴും മറ്റിനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ വിഷമം ഉണ്ടായിരുന്നു? അങ്ങനെ ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ എന്തോ എനിക്ക് കൂടുതലും ഹോക്കിയിലോടായിരുന്നു താല്പര്യം. അക്കാലത്ത് തന്നെ കേരളത്തിൽ പൊതുവെ ഹോക്കി ആയോധന ഉപകരണമായിട്ടാണ് പലപ്പോഴും സിനിമകളിലൊക്കെ കാണുന്നത്. അങ്ങനെ ഒരു കാര്യം എങ്ങനെയാണ് ഇതിൽ എനിക്ക് കളിക്കാൻ പറ്റും എന്നൊരു കാര്യത്തിലോട്ടൊക്കെ ചിന്ത വരുന്നത്? ഹോക്കി സ്റ്റിക്ക് കയ്യിലിരിക്കുകയില്ല, അതുകൊണ്ട് നമുക്ക് എന്തിനും നേരിടാനുള്ള ഒരു ഇതുണ്ട്. അത് അച്ഛൻ പറയുമായിരുന്നു, മക്കളെ ഇപ്പം ചേരണം. അത് സ്കൂളിലെന്ന് വെച്ചാൽ അസംബ്ലി സമയത്ത് എന്തെങ്കിലും പുതിയ കാര്യം തുടങ്ങുമ്പോൾ പ്രിൻസിപ്പൾ പറയും ഇങ്ങനെ തുടങ്ങുവാണെന്ന് പറയും. അപ്പം ഇങ്ങനെ ഹോക്കിയിൽ കോച്ച് വരുന്നുണ്ട്, താല്പര്യമുള്ളൊരു പേര് കൊടുക്കണം എന്ന് പറഞ്ഞപ്പം വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട, കാലിലൊക്കെ അടി കൊള്ളുന്ന ഗെയിമാണ്, ഇപ്പം എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു. പിറ്റേ വർഷം ഇതുപോലെ അനൗൺസ് ചെയ്തപ്പോൾ, അസംബ്ലിയിൽ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ പേര് കൊടുത്തിട്ടാണ് വീട്ടിൽ ചെന്ന് പറഞ്ഞത്. അച്ഛൻ ചോദിച്ചു എന്തിനു മക്കളെ ഇപ്പോഴും വേണ്ട, അതിന് പറ്റിയത് സമയമല്ലല്ലോ. ഞാൻ പറഞ്ഞ അച്ഛൻ കഴിഞ്ഞ വർഷം പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ പേര് ചോദിച്ചു അച്ഛൻ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അതിൽ ഇതായത്. ആദ്യം പങ്കെടുത്ത ഒരു സ്കൂളിന് പുറത്തൊക്കെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുമല്ലോ, അപ്പോഴത്തേക്കുള്ള ഒരു കൂട്ടായ്മയും പിന്നീട് സ്റ്റേറ്റ് ലെവലിൽ കളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പിന്നെ നാഷണൽസ് കളിക്കാൻ പോകുന്നു, ഇന്റർനാഷണൽ കളിക്കാൻ പോകുന്നു, ഇവിടെയൊക്കെയുള്ള ഒരു കൂട്ടായ്മയിൽ വ്യത്യാസം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, അത് നമ്മളെ കേരളത്തിലെ കുട്ടികളും മറ്റുള്ള നോർത്ത് ഇന്ത്യൻസ്, കാരണം വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു കുട്ടി രക്ഷപ്പെട്ടു എന്നാണ്. ശരിക്കും പറഞ്ഞാൽ 11 പേരാണ് ഹോക്കി കളിക്കുന്നെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്ത് പോയി കണ്ടിന്യൂ ആയിട്ട്. കാരണം വെച്ചാൽ മറ്റുള്ളവരെക്കാൾ നമ്മൾ മുമ്പിൽ ഒരു 5 പകരം നമ്മൾ 10 മുമ്പേ നിന്നാലേ നമുക്ക് ആ ഒരു ഇതിൽ എത്തപ്പെടാൻ പറ്റുള്ളൂ. എന്നാൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് പറഞ്ഞു വിടാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാമിനയ്ക്കും സ്പീഡ് വർക്കിനും വേണ്ടി തന്നെ
ഗ്രൗണ്ടിൽ കുറേ റൗണ്ട് ഇങ്ങനെ ഓടും. പിന്നെ കളിയാക്കിയവരും ഉണ്ട് ഇതിൽ. മഴ പെയ്തപ്പം കരയ്ക്ക് കയറാത്തതുകൊണ്ട് അവൾക്ക് എന്താ വട്ടാണോ എന്ന് ചോദിച്ചവരും ഉണ്ട്. അത് ഞാൻ പിന്നെ എനിക്ക് ഏത് തരം വട്ടാണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാമെന്ന് പറയുകയും മറുപടി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ലെവലിൽ അവിടുത്തെ മതിലിൽ ഇരിക്കുന്ന ഇതിൽ ബോൾ അടിച്ച് അതിൻ്റെ റിബൗണ്ട് സ്റ്റോപ്പ് ചെയ്തും അങ്ങനെയൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് ആ ഒരു ഇതിൽ മുമ്പോട്ട് വന്നത്. തുടക്കത്തിൽ ഏത് പൊസിഷനിലായിരുന്നു കളിച്ചത്? തുടക്കത്തിൽ ഞാൻ സെൻട്രൽ ഹാഫ് ആയിരുന്നു. കാരണം അന്നൊക്കെ എന്ന് വെച്ചാൽ അതാത് പൊസിഷനിൽ അവരൊരു കളിക്കണം എന്നാണ്. സെൻട്രൽ ഹാഫ് കളിക്കുമായിരുന്നു. പക്ഷേ ഇന്ത്യൻ ക്യാമ്പിൽ പോയപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാഫ് ആയിരുന്നു. റിട്ടയർമെൻറ്റ് വരെ ഞാൻ ലെഫ്റ്റ് ഹാഫ് ആയിരുന്നു. ആ കളിയല്ല ഇപ്പോഴത്തെ. ഇപ്പം വെച്ചാൽ എല്ലാവർക്കും ഏത് പൊസിഷനിലും കളിക്കാം എന്നുള്ളതാണ്. ആ ലെഫ്റ്റ് ഹാഫ്. പിന്നെ ഞാൻ ഷോർട്ട് കോർണർ റഷറായിരുന്നു. കാരണം സ്പീഡിൽ ഞാൻ കളിക്കും വരെ ആരും ഷോർട്ട് കോർണറിൽ ഗോൾ അടിച്ചിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് എന്തായാലും ഗോൾ അടിച്ചില്ല. ഇൻഡയറക്റ്റ് വല്ല പാസ് ചെയ്ത് അടിക്കുന്നത്. അങ്ങനെ കുറേ അടികളും കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഗോൾ അടിക്കാൻ പറ്റില്ലെങ്കിൽ അവർ ആദ്യം ചിലപ്പോൾ നമ്മളെ കാലല്ലെങ്കിൽ കയ്യിലായിരിക്കും തരണത്. അങ്ങനെയൊക്കെ ഒരുപാട് പരിക്കുകളും പറ്റിയിട്ടുണ്ട്. ഇഷ്ടം പോലെ തയ്യലുകളൊക്കെ ഇഷ്ടം പോലെ തലയിലും കണ്ണിലും. ഒരിക്കൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം ശബ്ദം പോലും ഇല്ലാതിരുന്നിട്ടുണ്ട് ഇങ്ങനെ അടി കൊണ്ട്. അപ്പം അതോടുകൂടി തീർന്നെന്നും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇവിടം വരെ ആയി. ഈ സാഹസിക യാത്രയെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാനൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ഒരു പാട്ട് കേട്ടാലോ? ഏത് പാട്ട് പറയും? നന്ദനത്തിലെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. KS ചിത്രപാടി വളരെ മനോഹരമാക്കിയിട്ടുള്ള പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. നമുക്ക് പാട്ട് കേൾക്കാം. പാട്ടിന് മുന്നേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തുടക്കകാലത്തെക്കുറിച്ചാണ്. അതിനുശേഷം ചെന്നൈയിൽ വെച്ചായിരുന്നു ഒരു വലിയ ഇവന്റ് കളിക്കുന്നത്. ആ ഇവന്റിനെ കുറിച്ചൊന്ന് പറയാമോ? അതിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ പ്ലെയിങ് ലെവൽ 11 കാരണം എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ. അപ്പം അതിൽ ഗീതാ സാറിനായിരുന്നു ക്യാപ്റ്റൻ ആയിരുന്നത്. ഏത് സമയം നമ്മളെ ഇറക്കി കളിപ്പിക്കാൻ ബെഞ്ചിലാണ്. ഏത് സമയവും നമുക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറങ്ങാം എന്നൊക്കെ ഉള്ള ഒരു അവരെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു ബേഗം റസൂൽ ഇന്റർനാഷണൽ ഹോക്കി ടൂർണമെന്റ്. അന്ന് മെഡൽ കിട്ടിയിരുന്നു. ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നു. ആ ഷർട്ടൊക്കെ ഞാൻ ആദ്യത്തെ ഷർട്ടാണ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു. അപ്പം ചിലരൊക്കെ വിളിച്ച് ചോദിക്കും, ആ 75 കളിച്ചു അന്ന് സ്കൂളിൽ പഠിക്കണേ, അതെങ്ങനെ അങ്ങനെ? ഞാൻ അപ്പം അങ്ങനെ ചോദിക്കുന്നവർക്ക് ഞാൻ വേറെ മറുപടി പറയൂല. ആ ഷർട്ടിനിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. അതാണ് എൻ്റെ റിപ്ലൈ. നമ്മൾ പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്, നമുക്ക് വർത്തമാനമൊന്നുമില്ല. ഇല്ല. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു 1979. അത് ഒരേ സമയം നമുക്ക് അഭിമാനവും എന്നാൽ ചെറിയൊരു കണ്ണീരിൻ്റെ നനവും കൂടിയുള്ളൊരു വർഷമാണ്. മോസ്കോയിൽ പ്രീ ഒളിമ്പിക്സ് കളിച്ച വർഷം. അതൊന്ന് പറയാമോ? ഒളിമ്പിക്സ് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ. പ്രീ ഒളിമ്പിക്സ് കളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു. അതിൽ 80 ഒളിമ്പിക്സിന് ആദ്യമായിട്ട് ഇന്ത്യക്ക് അവസരം കിട്ടുന്നത്. അപ്പം നമുക്കറിയാലോ നമ്മളെ ഏത് രീതിയിൽ പുറന്തള്ളാൻ പറ്റും എന്നുള്ളത്. അത് കഴിഞ്ഞ് ക്യാമ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ലാസ്റ്റ് വരെ ഞാൻ ടീം പോകുന്നതിൻ്റെ തലേ ദിവസം വരെ പ്ലെയിങ് ലെവലിൽ 11 കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പേര് അനൗൺസ് ഒരിക്കലും ചെയ്തിട്ടുമില്ല. അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ നിന്നും വിളി വരും, എൻ്റെ കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല, എൻ്റെ കുട്ടികൾക്ക് സെലക്ഷൻ വേണം എന്നുള്ളത്. പക്ഷേ അന്ന് ഇതിൽ ഒരു ട്രഷർ സ്ഥാനത്തിൽ കേരളത്തിലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഹോക്കി അസോസിയേഷനിൽ ട്രഷർ സ്ഥാനത്തിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് പോലും എനിക്ക് വേണ്ടി ഒരു വിളി വന്നിട്ടില്ല. മറ്റുള്ളവരെ മന്ത്രിമാർ വരെ ഓരോ സ്റ്റേറ്റിൽ നിന്നും വിളിക്കുന്നുണ്ട്, എൻ്റെ കുട്ടികൾക്ക് സെലക്ഷൻ വേണം എന്ന് പറയും. അവസാനം ടീം പോകുന്നതിൻ്റെ അന്ന് വൈകുന്നേരമാണ് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയത്. അത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല ആ ഒരു ഇത്. കാരണം വെച്ചാൽ ടീം പോകുന്നതിൻ്റെ തലേ ദിവസം വരെ പ്ലെയിങ് ലെവലിൽ കളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് റെയിൽവേയിൽ 79 ആ പ്രീ ഒളിമ്പിക്സ് കഴിഞ്ഞിട്ടാണ് റെയിൽവേയിൽ തന്നെ ജോലി കിട്ടുന്നത്. നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ട് വിചാരിക്കുന്ന ഒരു സ്പോർട്സ് കൊണ്ട് നമുക്ക് ജീവിതമാർഗം ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ കേരളത്തിൽ നമുക്കറിയാം ഹോക്കിയിൽ എത്രമാത്രം പ്രോത്സാഹനം ഉണ്ടെന്നുള്ളത്. അപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല. എന്തുകൊണ്ട് നമ്മുടെ ഒരു രീതികളിൽ ഹോക്കി ഉൾക്കൊള്ളുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ കായിക നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കൊരു ലെറ്റർ അയച്ച് എന്താണ് നടന്നതെന്ന് നമുക്ക് എഴുതി വാങ്ങിക്കാനുള്ള ആ ഒരു ഇത്, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ വയസ്സ് 75 ആക്കിയത് ശരിയായില്ല. കാരണം വെച്ചാൽ 5 വർഷം 10 വർഷം അതിനിടയ്ക്ക് ഒരു ബ്രേക്കെങ്കിലും കൊടുക്കാമായിരുന്നു. അപ്പൊ ഈ വേറൊരു ആള് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനം അവർക്ക് കിട്ടുമല്ലോ. അപ്പൊ ഈ അടി കുറയുമല്ലോ. ഒരാള് ഒരു സ്ഥാനത്ത് വഹിച്ച് അയാൾ ഒരു 5 വർഷമെങ്കിലും മാറി നിന്ന് അടുത്ത ആഗ്രഹിക്കുന്ന ആളിന് കിട്ടുമല്ലോ. അപ്പൊ ഈ അസോസിയേഷന്റെ എണ്ണങ്ങൾ കുറയും. അതെ, ഏറ്റവും പ്രധാനം കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതാണ്. അസോസിയേഷനുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് ഒളിമ്പിക്സ് ലക്ഷ്യമാക്കി എല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നത് നല്ല കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ട് കൂടി കേട്ടാലോ? ഏത് പാട്ട് പറയും? ആയുഷ്കാലത്തിലെ മൗനം സ്വരമായി. യേശുദാസും ചിത്രയും പാടിയ പാട്ടാണ്. ഔസേപ്പച്ചൻ്റെ സംഗീതം. ഇതിന് ശേഷം നമ്മൾ വളരെ ആഘോഷിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏഷ്യൻ ഗെയിംസിലെ ഗോൾഡ്.
വിൻ ചെയ്ത ടൂർണമെന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? 82-ല്. ആ ഏഷ്യൻ ഗെയിംസിൽ തന്നെ ദക്ഷിണ കൊറിയ ആയിട്ടുള്ള ഒരു മത്സരം ഇതിനെക്കുറിച്ച് ഭയങ്കര ആവേശത്തിലോ അല്ലെങ്കിൽ ആ മത്സരം വളരെ പേഴ്സണലായിട്ട് കരുതുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്ന് പറയാമോ? കാരണം വെച്ചാൽ അവർ അതിലിത്തിരി നല്ല ടീമായിരുന്നു കൊറിയ. നമ്മൾ ജയിക്കും എന്നുള്ള ഒരു ഉറപ്പ് കുറച്ചൊക്കെ നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ കളിച്ചു, വിൻ ചെയ്തു. അതിനേക്കാൾ കൂടുതൽ അവര് ഈ ഫൈനൽ മാച്ച് കളിച്ച് ഈ ഇത് കഴിഞ്ഞ് നേരെ ചെന്നിട്ട് അവരെ വീടുകളിലല്ല പോയത്. അവര് അടുത്ത ഏഷ്യൻ ഗെയിംസിന് വേണ്ട തയ്യാറെടുപ്പിൽ നേരെ വില്ലേജിലാണ് പോയത്. അതാണ് ഏറ്റവും വലിയ ഇതായിട്ട് വരുന്നത്. അതായത് ഈ ഗെയിം തീർന്ന് അവിടെ അടുത്ത ഗെയിമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അവർ അന്നേ തുടങ്ങി. അതെ, നമ്മളെപ്പോലെ വളരെ ലേറ്റ് ആയിട്ട് എന്നാൽ പിന്നെ ഏഷ്യൻ ഗെയിംസ് വരുന്നു തുടങ്ങിക്കളയാം ആ ഒരു രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോഴും കാര്യങ്ങൾ വ്യത്യാസമായിട്ടുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. ഒരുപാട് വ്യത്യാസമായിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ആ യാത്രയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് വേറെ? നമ്മൾ റെയിൽവേയിലായിരുന്നു. പക്ഷെ നമ്മൾക്ക് കൂടുതലും നമ്മൾ പറയും നമ്മളുടെ അമ്മായിയപ്പൻ്റെ അമ്മായിയമ്മയുടെയും വീടാണ് ഡൽഹി എന്ന് പറയും. കാരണം വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ശമ്പളം നേരെ ബാങ്കിൽ വന്നോളൂ. കുറച്ച് ദിവസങ്ങളെ നമ്മൾ ഓഫീസിൽ പോകാൻ പറ്റുള്ളൂ. കൂടുതലും നമ്മൾ ഡൽഹി ക്യാമ്പ് ആണ്. അവിടെ വെച്ചാൽ നിറച്ച് മലയാളികൾ, നമ്മളെ മറ്റുള്ള ഈവൻസിലുള്ള മലയാളികളും ഉണ്ട്. പക്ഷെ നമുക്കൊരു ഇതുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഹോക്കി പ്ലേയേഴ്സ് വേറെ ആരുമായിട്ടും മിങ്കിൾ ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്നെ ഓമന ചേച്ചി ഓഞ്ചി ഇങ്ങനെയാണ് പിള്ളേർ നമ്മളെ മലയാളി മറ്റുള്ള പെൺകുട്ടികൾ നമ്മളെ ഹോക്കിയിലുള്ള അതിലൊക്കെ ഇങ്ങനെ വിളിക്കുന്നത്. ബാലകൃഷ്ണ സിംഗ് ആണ് അന്നത്തെ കോച്ച്, ഹോക്കി ചീഫ് കോച്ച്. അപ്പൊ അദ്ദേഹം പറയും, ഓഞ്ചി ഇവിടെ ഒരു കൊച്ചു കേരളം തന്നെ ഉണ്ട്, അവരുമായിട്ടൊന്നും സംസാരിക്കാനില്ല, വേണമെങ്കിൽ ഒരു സെക്കൻഡ് സംസാരിച്ചോളാൻ പറയും. ഞാൻ പറയും ശാസ്ത്രീയക്കാലിച്ച് പറയാൻ പോലും തികയില്ലല്ലോ സാറേ ഒരു സെക്കൻഡ് എന്ന് പറയും. അതിൽ ഓണം വരുമ്പോൾ അവർ ഓണം ആഘോഷിക്കും, എന്നെ വിളിക്കും. ഞാൻ പോകത്തില്ല, എനിക്ക് പേടിയാണ്. കാരണം ഓണത്തിനേക്കാളും വലുതാണ് എനിക്ക് ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ, എനിക്ക് ഇന്ത്യ കളിക്കാന്നുള്ള. ഇതിന്റെ പേര് ഞാൻ ഇനി അവരെ കൂടെ ഓണം ആഘോഷിക്കാൻ പോയിട്ട് അവസാനം ഇന്ത്യ കളിക്കാൻ പറ്റാതെ സ്ഥിതിയാവും എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പോകത്തില്ല. പക്ഷെ അവര് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്നെ ഒരുമാതിരി ഭാഷയിലൊക്കെ പാട്ടും പാടി എന്ന് വെച്ചാൽ ഞാൻ അവരുമായിട്ട് മിങ്കിൾ സംസാരിക്കാത്തതുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ആ കൊച്ചാക്കലും അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ ഈ ചെവി കൂടെ കെട്ടും മറ്റു ചെവി കൂടെ കളയും. കാരണം എനിക്ക് ഇന്ത്യ കളിക്കുക എന്നുള്ളതാണ്. 82-ല് ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് നേടി വന്നു. അതിനുശേഷം 83-ല് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. വേൾഡ് കപ്പിന്റെ സെലക്ഷനും അതിന്റെ ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? മലേഷ്യയിൽ വെച്ചായിരുന്നില്ലേ? മലേഷ്യയിൽ വെച്ചായിരുന്നു. അന്ന് ആ സമയത്ത് നമ്മൾ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞു തിരിച്ചു വന്ന് ക്യാമ്പിൽ വന്ന്. അപ്പം റെയിൽവേക്ക് ഏറ്റവും മെയിനായിട്ട് വരുന്നത് റെയിൽവേ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റ് പങ്കെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്റർ റെയിൽവേ കഴിഞ്ഞു. എൻ്റെ കയ്യിൽ ഇവിടെ അടി കൊണ്ട് പ്ലാസ്റ്റർ ഇട്ടു. റെസ്റ്റായിരുന്നു. പ്ലാസ്റ്റർ ഇളക്കിയാലേ നമുക്ക് ഹോക്കി സ്റ്റിക്ക് പിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ. പക്ഷേ ഞാൻ ക്യാമ്പിൽ വന്നു. ഈ പറഞ്ഞ പോലെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും സമയം ഞാൻ ഓടും, പിന്നെ ഒരു കൈ കൊണ്ട് ടാക്കിൾ ചെയ്തും അങ്ങനെ നിൽക്കുമായിരുന്നു. ട്രയൽസ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ എന്നും ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓമന മതിയാക്കി കരക്കിരിക്കാൻ പറഞ്ഞു കയറി. അപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി. ഞാൻ ഇതുപോലെ ഓടിക്കൊണ്ടൊക്കെ ഇരുന്ന് ഒറ്റ കൈ കൊണ്ട് ടാക്കിൾ ചെയ്തു, അങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇരുന്നു. പക്ഷെ എന്നെ കട്ട് ചെയ്തു. എൻ്റെ പേര് സെലക്ഷനിൽ നിന്ന് മാറ്റി. അപ്പോഴേക്കും ബീഹാറിലുള്ള ഒരു കൊച്ചിനെ ടീമിൽ കയറ്റി. അപ്പോഴേക്കും ഒരു ജൂലിയറ്റ് പേരുള്ള ഒരു മാഡം, മഹാരാഷ്ട്ര പിന്നെ ബോംബെയിലുള്ള ഒരു മാഡം പറഞ്ഞ് ഇതിൽ കളിക്കുന്നവരിൽ ഏറ്റവും ഫിറ്റായിട്ടുള്ള ഓമനകുമാരിയാണ്. കാരണം ആർക്കും ഇതുപോലെ സ്റ്റാമിനയോ ഒന്നും ഇല്ല. ആ കുട്ടിയെ സെലക്ട് ചെയ്യാതിരിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു. അതിനെ സെലക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒപ്പിടത്തില്ല. ജൂലിയറ്റ് മാഡം മഹാരാഷ്ട്രക്കാരിയാണ്, അല്ലാതെ മലയാളിയോ ഒന്നുമല്ല. അങ്ങനെ എന്നെ ടീമിൽ കയറ്റി. ആ മാഡം അന്നേരം ശരിക്കും പറഞ്ഞ ഒരു ദൈവമായിട്ട് വന്നതാണ്. അന്ന് എന്നെ പുറം തള്ളിയിരുന്നെങ്കിൽ പിന്നെ ഒരു കാലത്ത് എനിക്ക് ടീമിൽ തിരിച്ചും കയറാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ സെലക്ഷൻ കഴിഞ്ഞു, കളിച്ചു, ടീമിൻ്റെ കൂടെ പോയി. അങ്ങനെ മലേഷ്യയിൽ ചെന്നിറങ്ങി അന്നത്തെ ആദ്യത്തെ കളി ഒക്കെ ഓർമ്മയുണ്ടോ? വേൾഡ് കപ്പിൽ ആ പൂൾ അനുസരിച്ച് എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ അർജന്റീനയായിട്ടാണെന്ന് തോന്നുന്നു കളിക്കുന്നത്. അതൊക്കെ നമ്മൾ വലിയ കളിയൊക്കെ കളിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. നമ്മുടെ ദേശീയ ഗെയിം ആണെങ്കിലും ഒരുപക്ഷെ ഹോക്കിക്ക് നമ്മൾ മറ്റ് ഗെയിംസിന് നൽകുന്ന ആ ഒരു പ്രാധാന്യം നൽകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ മാഡം? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ മറ്റുള്ള ഗെയിമിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ മാനം കാക്കുന്നതും കേരളത്തിൻ്റെ മാനം കാത്തതും ഹോക്കി തന്നെയാണ്. ഇപ്പം എനിക്കറിയാം ഒരു 10 പേര് നിൽക്കണമെന്ന് വിചാരിച്ചോട്ടാ. ഞാൻ പറയും ഞാൻ സ്പോർട്സുകാരിയാണ്. അപ്പം പറയും ഏത് സ്പോർട്സാണ്, അത്ലറ്റാണോ, വോളിബോളോ അങ്ങനെ ചോദിക്കും. അല്ല, ഹോക്കിയാണ്. അപ്പം ആ ഹോക്കിയാ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ലെവലിലാണ് പോകണം. ആ മുഖഭാവം കാണുമ്പോൾ നമുക്കറിയാം അവരുടെ ആ ഹോക്കി എന്ന് പറയുന്ന കളിയെ ഏത് രീതിയിലാണ് കാണുന്നതെന്നുള്ളത്. ഇത് തന്നെയാണ് എല്ലായിടും. പക്ഷേ ഇപ്പം ശ്രീജേഷിനെ പോലത്തെ ഒരു ഐക്കോണൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് വ്യത്യാസം വരുന്നില്ലേ? വ്യത്യാസം വരുന്നുവെങ്കിലും ആ ഹോക്കി എന്നുള്ള ലേബൽ അവിടെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, കൊല്ലത്ത് ഒരു ഹോക്കി ഗ്രൗണ്ട് ഉണ്ട്. കേരളത്തിലെ ഏക അർജുന അവാർഡ് മലയാളി ഹോക്കിയിൽ. കേരളത്തിൽ ജനിച്ചു വളർന്ന് കേരളത്തിന് വേണ്ടി കളിച്ച് കേരളത്തിന് വേണ്ടി മെഡൽ വാങ്ങിച്ചിട്ടാണ് ഞാൻ റെയിൽവേ പോയത്. ആ കൊല്ലം സ്റ്റേഡിയത്തിൽ ഒരു ഹോക്കി ഗ്രൗണ്ടിൽ എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടില്ല. ശ്രീജേഷിൻ്റെ വെച്ചിട്ടുണ്ട്.
അതേസമയം അത്ലറ്റുകാരുടെ ഫോട്ടോ അതിനകത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒളിമ്പിക്സ് റണ്ണിൽ എന്നെ വിളിച്ചിരുന്നു ചെല്ലാൻ പറ. സാധാരണ ഒളിമ്പിക്സ് റണ്ണ് അങ്ങ് ഇതുപോലെയുള്ള ഇതിൽ നമുക്ക് വേദി തരും. എപ്പോഴും അങ്ങനെ തന്നെയാണ് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ താമസിക്കുന്ന നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഡ്രൈവറെ വിളിച്ച് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി. അവിടെ ചെന്ന് അപ്പം അതിനറിയുന്ന പറ്റി പറഞ്ഞു, മാഡം അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പേര് നോക്കിയപ്പോൾ അതിനകത്ത് എൻ്റെ പേരില്ല. അപ്പോൾ അതിലൊരു വ്യക്തിയെടുത്ത് ഞാൻ ചോദിച്ചു, ഇതെന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന പോലെ അങ്ങ് നിൽക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന്, അപ്പോൾ അതിനകത്ത് സുരേഷ് ഗോപി സാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ സാറിൻ്റെ അടുത്ത് അസോസിയേഷൻ്റെ ഒരു വ്യക്തി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇതെന്താണ്, അങ്ങനെയാണെങ്കിൽ എന്നെ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പിന്നെ അത് ഗവർണർക്ക് ഫയൽ അയച്ചപ്പം ഓമനയുടെ പേര് വെട്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്നെ ഇന്നലെ വിളിച്ച് പറയാമായിരുന്നല്ലോ, എനിക്ക് അവിടെ നെയ്യാറ്റിൻകരയിൽ ഇവിടം വരെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാരണം അദ്ദേഹം എന്നെ സുരേഷ് ഗോപി സാറിനെ പരിചയപ്പെടുത്തുക. എന്നിട്ട് സാർ ഇതാരെന്നറിയാം? അപ്പം പറഞ്ഞ്, പിന്നെ ഇതിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ 2-3 പ്രാവശ്യം ഒരു വേദി പങ്കിട്ടതാണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്ന് ഞാൻ ഡ്രൈവറെ വിളിച്ച് ഞാൻ തിരിച്ച് നെയ്യാറ്റിൻകര പോയി. അവിടെ ചെന്ന് ഞാൻ ഗവർണർ ഓഫീസിൽ വിളിച്ചു. ഇങ്ങനെ ഒരു സംഭവം നടന്നോ, പേര് ഇങ്ങനെ വെട്ടി വന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അങ്ങനെ ഫയലിൽ ഞങ്ങളൊന്നും പേര് വിട്ടില്ല ഫയലിൽ. ഒരു കാര്യം ചെയ്യും, ഞാൻ നാളെ ഫയൽ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞു, ഓമനകുമാരിയുടെ പേര് ആ ഫയലിൽ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു ഇന്റർനാഷണൽ ഹോക്കി പ്ലെയറോട് കാണിച്ച ആ വിവേചനം, അതെ, അവ കാര്യങ്ങളൊന്നും കായിക താരങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത് എക്കാലത്തെ ഒരു വലിയ പരാതി തന്നെയാണ്. അതിനുശേഷം ഏറ്റവും അവസാനം കളിക്കുന്ന ഏഷ്യൻ ഗെയിംസ് സിയോളിലാണ്. സിയോൾ ഏഷ്യൻ ഗെയിംസ് അത് നമുക്ക് ബ്രോൺസ് അടിച്ചതാണ്. അത് 86 അതൊക്കെ ഓർമ്മയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിൻ ചെയ്യും എന്നുള്ള ഇതിൽ തന്നെയാണ് പോയത്. പക്ഷേ അവിടെ വന്നിട്ട് പിന്നെ കൊറിയ ഈ കുറച്ച് അമ്പയറിങ്ങിൻ്റെ ഒക്കെ ഒരു ഇതുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം നാട് കൊറിയ, എന്നിട്ട് അവരോട് തന്നെ നമ്മൾ ഒരു ഗോളിന് തോറ്റത് കൊറിയയോട്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തുടർന്ന് സംസാരിച്ചല്ലോ. ഏത് പാട്ട് പറയും? പവിത്രത്തിലെ ശ്രീരാഗമോ. ശരത്തിൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ്, ONVയുടെയാണ് വരികൾ. നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം. അന്ന് സ്കൂളിൽ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന് ഒരു ഇൻ്റർനാഷണൽ വരെ എത്തിയ ഒരു ആളാണ് മാഡം എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള കുട്ടികളെ എങ്ങനെയാണ്, ഇന്നത്തെ ഹോക്കിയുടെ ഒരു അവസ്ഥ എന്താണ് കേരളത്തിൽ? ശരിക്കും പറഞ്ഞാൽ അന്ന് ഞങ്ങളെ കാലത്തുണ്ടായിരുന്ന പോലെയുള്ള കായിക അധ്യാപകർ ഒരു സ്കൂളിലും ഇല്ല. ഒരു അധ്യാപകർ പോലും ഇല്ലാത്ത സ്കൂളുകളും ഉണ്ട്. അതിൻ്റേതായ ഒരു മാറ്റങ്ങളുണ്ട്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ കായിക അധ്യാപകർ തന്നെയാണ് അത് സ്പോർട്സ് ഫീൽഡിലായാലും കുട്ടികളുടെ സ്വഭാവ രീതി അവരെ നേർവഴിക്ക് കൊണ്ടുവരുന്നതും എല്ലാം. എനിക്ക് എൻ്റെ സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ കോട്ടൺ സ്കൂളിലെ രണ്ടാമത്തെ അമ്മ എന്ന് പറയുന്നത് 4 ടീച്ചർമാരിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം ഒരു പങ്കജാക്ഷിയമ്മ. കൂടുതലും നമ്മൾ അറ്റാച്ച്മെൻറ്റ് ശാന്ത ടീച്ചറും പങ്കജാക്ഷി അമ്മയായിരുന്നു. പക്ഷെ എന്നാൽ ഏറ്റവും അടുപ്പം പങ്കജാക്ഷിയമ്മ. കാരണം വെച്ചാൽ ഒരാൾ ഇപ്പം നമ്മളിങ്ങനെ എല്ലാ സ്പോർട്സും ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു വ്യത്യാസം ഉണ്ടാവും. ഒരു ഗെയിമിന് പോകുന്നു, ആരെങ്കിലും കമൻ്റ് അടിച്ചാൽ ടീച്ചർ ചെല്ലും അന്നേരം വഴക്കുണ്ടാക്കാൻ, നിനക്ക് എൻ്റെ കുട്ടിയെ കിട്ടിയോളാം, അങ്ങനത്തെ ഇത് പറഞ്ഞ് ടീച്ചർ വഴക്ക് പറയും. പിന്നെ നമ്മളെ ശാസിക്കേണ്ട അടുത്ത് ശാസിക്കും, വീട്ടിൽ ചെന്ന് അറിയിക്കേണ്ട കാര്യങ്ങൾ ടീച്ചർ അറിയിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു അധ്യാപകർ. ഒരുപക്ഷെ അന്ന് ഈ കായിക അധ്യാപകരുണ്ടായിരുന്നില്ല എങ്കിൽ മാഡം ഈ മേഖലയിലേക്ക് സ്പോർട്സിലേക്ക് വരുമായിരുന്നു? അല്ല, അത് എന്ന് വെച്ചാൽ ആ സ്കൂളിൽ സ്പോർട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഉണ്ടാവും. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്ലഡ് അതായിരിക്കാം. സഹോദരങ്ങളിൽ ഒരാൾ ജിംനാസ്റ്റിക്സിലും ഒരാൾ ഹോക്കിയിലും തന്നെ. അതെ, അനിയത്തി ഹോക്കി പ്ലെയർ ആയിരുന്നു. അവള് റെസ്റ്റ് ഓഫ് ഇന്ത്യ ടെസ്റ്റ് മാച്ചസിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ അങ്ങ് മതിയാക്കി റെയിൽവേയിൽ, വെസ്റ്റേൺ റെയിൽവേ ബോംബെയിൽ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് സദേൺ റെയിൽവേയിലോട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടോ? ഉണ്ട്. നാഷണലും റെയിൽവേക്ക് വേണ്ടിയൊക്കെ ഒന്നിച്ച് തന്നെയാണ് കളിക്കുമായിരുന്നു. അനിയത്തി ഫുൾ ബാക്ക് ആയിരുന്നു, ഞാൻ ഹാഫ് ബാക്ക്. അങ്ങനെ അനിയൻ പിന്നെ ജിംനാസ്റ്റിക് പ്ലെയർ ആയിരുന്നു. ആദ്യം തുടക്കം ഹോക്കിയിലായിരുന്നു. നമ്മളൊക്കെ ഒന്നിച്ച് ഒരു ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ജിംനാസ്റ്റിക്സിലോട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ CRPF ആ സ്പോർട്സിൻ്റെ ഇതിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അനിയനും സദേൺ റെയിൽവേയിലോട്ട് ഇതിൻ്റെ ഇതിൽ തന്നെ ജോലിയായി. അങ്ങനെ. നിങ്ങൾ 3 സഹോദരങ്ങളാണോ? അല്ല, നമ്മൾ 5 പേരാ. അല്ലെ, ഒരു ചേച്ചിക്ക് സ്പോർട്സിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അച്ഛൻ നേരത്തെ മരിച്ച്, പിന്നെ അമ്മയും നല്ല ഒരു ഇതിലല്ലായിരുന്നു. ആ സ്ഥാനം ഒരു അമ്മയുടെ സ്ഥാനത്തിരുന്ന് ചേച്ചിയാണ് ഞങ്ങളെ നോക്കിയതൊക്കെ. അങ്ങനെ ചേച്ചിയുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഇളയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിന്നു എന്നുള്ളതാണ്. നമ്മുടെ അമ്മ സ്ഥാനം നമ്മൾ ആ ചേച്ചിക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അവരുടെയൊക്കെ പേരൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ അമ്മയെപ്പോലെ ഉള്ള ചേച്ചിയുടെ പേര് മോഹനകുമാരി, പിന്നെ അതിൻ്റെ ഇളയ ചേച്ചിയുടെ പേര് പ്രസന്നകുമാരി, പിന്നെ ഞാൻ ഓമനകുമാരി, അനിയത്തി രാജലക്ഷ്മി, അനിയൻ സുകുമാരൻ നായർ. എപ്പോഴും നമ്മുടെ ആദ്യത്തെ ഒരു ഗോൾ എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു
കാര്യമാണല്ലോ. മാഡത്തെ സംബന്ധിച്ച് മാഡം അങ്ങനെ സൂക്ഷിക്കുന്ന ആദ്യത്തെ ഗോൾ ഏതാണ്? അത് നമ്മളെ 72 നാഷണൽ ആദ്യമായിട്ട് കിട്ടിയത്. കാരണം വെച്ചാൽ കേരളത്തിന് തന്നെ ഒരു അഭിമാനമായിട്ട് കിട്ടിയത് തന്നെ. അത് നമുക്കത് വെച്ചാൽ അത് നമ്മളെ കൊച്ചു പ്രായത്തിലും അത് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പീക്ക് ടൈം എന്നൊക്കെ പറയുന്നത് എല്ലാ ഊർജ്ജവും ഒരു പ്രായത്തിൽ. പിന്നെ നമ്മളെ മനസ്സിൽ പോലും കാണാതെ പല സ്വീകരണങ്ങളും അതും ഇതും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ആദ്യത്തെ ആ ഒരു ടൂർണമെന്റും ആ മെഡലുകളും അതുപോലെ 82 ഏഷ്യൻ ഗെയിംസും. കാരണം കേരളത്തിൽ അന്ന് കിട്ടിയത് 2 സ്വർണ്ണ മെഡലാണ്. അന്ന് ഗോൾഡ് മെഡൽ കിട്ടുന്നവർക്ക് 1 ലക്ഷം, പിന്നെ 50, 25 പങ്കെടുക്കുന്നവർക്ക് 5. അങ്ങനെ ഗവൺമെന്റ് ഒരു ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. അതിൽ കൂടുതൽ ഒരു 95% റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ള കുട്ടികൾ. എന്നുവെച്ചാൽ സദേൺ റെയിൽവേ, ഉഷ, MD വത്സമ്മ എല്ലാവരും മിക്കവാറും അതിൽ സദേൺ റെയിൽവേക്കാരാണ്. അതിൽ വെസ്റ്റേൺ റെയിൽവേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സ്വർണം എന്ന് പറയാൻ മലയാളികൾക്ക് കിട്ടിയതിൽ മലയാളിയിലെ ഹോക്കിയിലെ ഓമനകുമാരിയും അത്ലറ്റിക്സിലെ MD വത്സമ്മ. അപ്പം ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു, നമ്മളെ അനുമോദനമൊക്കെ നടന്ന്. അപ്പോൾ എന്നെയും വിളിച്ചു, ഞാനും വന്നു, വേദിയിൽ ഇരുന്നു. അപ്പം ഗോൾഡ് മെഡൽ കിട്ടിയ MD വത്സമ്മയെ വിളിച്ചു, 1 ലക്ഷം രൂപ ചെക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ചു, കാരണം അടുത്ത മെഡൽ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ, 2 മെഡലിൽ ഒന്ന് ഞാൻ. പക്ഷേ എന്നെ വിളിച്ചില്ല. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ വിളിച്ചിട്ട് പങ്കെടുക്കുന്നവർക്ക് 5000 രൂപ കൊടുക്കുമല്ലോ. അപ്പം അതിൽ ആദ്യം എന്നെ വിളിച്ചു. അപ്പം ഞാൻ ചെന്ന് ബൊക്കെ മേടിച്ചു. കരുണാകരൻ മിനിസ്റ്ററായിരുന്നു ഒന്ന് സ്ഥിരമായിട്ടുള്ള. ചെക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വേണ്ട. അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പങ്കെടുക്കുകയല്ല, എനിക്ക് ഗോൾഡ് മെഡലാണ് കിട്ടിയത്. അദ്ദേഹം അന്തം വിട്ട് നോക്കുമായിരുന്നു. കേട്ടാന്ന് വെച്ചാൽ ഒരു ഗോൾഡ് മെഡലുകാർക്ക് 5000 രൂപ കൊടുക്കുന്നത് അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ അതിന് വന്ന സംഭവം എന്ന് വെച്ചാൽ അത് ഓമനകുമാരി റെയിൽവേയിലായിരുന്നു. എങ്കിൽ പിന്നെ ആ സദേൺ റെയിൽവേയിലുള്ള ഒരു റെയിൽവേ അല്ലേ. പിന്നെ ആൾക്കാരും പത്രക്കാരും എല്ലാം അത് ഏറ്റെടുത്ത് അവസാനം പൈസ എൻ്റെ അക്കൗണ്ടിൽ പോയി. അന്ന് സീമ ചോദിച്ചു, തനിക്ക് എൻ്റെ അടുത്ത് അല്പം സ്നേഹമെടുത്ത് അങ്ങനെ കാണിക്കുമായിരുന്നു, അന്നേരം വാങ്ങിക്കൂലായിരുന്നു. ഞാൻ പറഞ്ഞു, സാറിനോട് സ്നേഹമുള്ളതുകൊണ്ടും ബഹുമാനം ഉള്ളതുകൊണ്ടും ഞാൻ ആ ബൊക്കെയും മേടിച്ചത്. പിന്നെ ഒരു ദിവസം കൊണ്ടോ, ഒരാഴ്ച കൊണ്ടോ, 1 മാസം കൊണ്ടോ, 1 വർഷം കൊണ്ടോ നേടിയതല്ല ആ മെഡൽ. വർഷങ്ങളുടെ കഷ്ടപ്പാടാണ് സാർ എന്ന് പറഞ്ഞു. ഒരു കായിക താരം എന്നുള്ള നിലയിൽ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് ഒരു കായിക താരത്തിനെ അറിയാൻ പറ്റുള്ളൂ. അത് ആരുടെയും മുമ്പ് തല കുനിച്ചും വേറൊരു രീതിയിലും അല്ല, അധ്വാനിച്ച് തന്നെയാണ് സെലക്ഷൻ വാങ്ങിച്ചത്. ആ മെഡലിനാണ് ഞാൻ ബഹുമാനം കൂടുതൽ കൊടുക്കുന്നത്, അല്ലാതെ ഇങ്ങനെ ഇതാക്കാനുള്ള അല്ല എന്ന് പറഞ്ഞു. താൻ എന്ന് സ്പോർട്സ് വിടുന്നോ അതിന് 1 വർഷത്തിന് മുമ്പേ എൻ്റെ അടുത്ത് വന്ന് പറയണം, തനിക്കിവിടെ ജോലി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിയുൽ ഏഷ്യൻ ഗെയിംസ് പോണതിന് മുമ്പേ ഞാൻ ഇങ്ങനെ സീമനോട് പറഞ്ഞിരുന്നു, സാർ ഞാൻ ഇതോടുകൂടി കളി നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്തായാലും കുറേ കാലം കൂടെ കളിച്ചൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞ്, സ്വരം നന്നായിരിക്കുമ്പം പാട്ട് നിർത്തണം, മാത്രമല്ല നമുക്ക് ഒരു കുടുംബമൊക്കെ ആവണമെങ്കിൽ ഫീൽഡിൽ നിന്ന് പറ്റത്തില്ല, അതുകൊണ്ട് നിർത്തും എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്താണ് എല്ലാ വർഷവും 20 കായിക താരങ്ങളെ ഗവൺമെൻറ്റിന് എടുക്കാമെന്നുള്ള ഒരു ഓർഡർ കൊണ്ടുവന്ന് അതിൽ ആദ്യത്തെ ഇതിലുള്ള സെക്രട്ടേറിയറ്റിൽ എനിക്ക് അസിസ്റ്റൻ്റായിട്ട് നിന്ന്. പക്ഷേ സിയുൽ ഏഷ്യൻ ഗെയിംസിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ഇൻ്റർവ്യൂവിന് ഓർഡർ വന്നു. ഞാൻ ടൈം ചോദിച്ചു, കാരണം ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞിട്ട്, സിയുൽ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും കാലം എനിക്ക് ചോറ് നിന്ന് റെയിൽവേ മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ ഇൻ്റർ റെയിൽവേയും കളിച്ച് നാഷണലും കളിച്ച്. നാഷണൽ ആ പ്രാവശ്യം കാലിക്കട്ട് വെച്ചായിരുന്നു, കേരളത്തിൽ വെച്ചിട്ട്. റെയിൽവേ ആണ് മിക്കവാറും നാഷണലിൽ വിൻ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രാവശ്യം ട്രോഫി കൂടെ വാങ്ങിച്ചു തിരിച്ച് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. 87 മാർച്ചിൽ ഞാൻ സെക്രട്ടേറിയറ്റ് വന്ന് ജോയിൻ ചെയ്തു. ആദ്യത്തെ ബാച്ചിലുള്ള ഇതായിരുന്നു സ്പോർട്സ്. അദ്ദേഹം ആ ഒരു വാക്ക് പാലിച്ചു എന്നുള്ളതാണ് ആ മുഖ്യമന്ത്രി കെ കരുണാകരൻ സാർ. അപ്പോൾ ഹോക്കി ഇത്രയും എന്താണ് ഗംഭീരമായിട്ടുള്ള സന്തോഷങ്ങൾ കൊണ്ടുവന്ന ഹോക്കിയുടെ ഒരു പാട്ട് കേട്ടാലോ നമുക്ക്? ചക് ദേ ഇന്ത്യ പാട്ട് കേൾക്കാം. കേൾക്കുമ്പോൾ ഒരു കുളിര് കോരുന്ന ഇതാണ് ആ പാട്ട്. അതൊരു കഥയാണെങ്കിൽ കൂടി നമ്മളത് കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വലിയ ഊർജ്ജം നൽകുന്ന പാട്ടും കൂടിയാണത്. കേൾക്കാം ചക് ദേ ഇന്ത്യ. അപ്പോൾ 85 സിയോൾ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് ജോലിയിലൊക്കെ ആയി. പിന്നെ ഫാമിലിയിലോട്ട് വന്നു. ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. ഹസ്ബൻഡ് BK രാജ്കുമാർ. അദ്ദേഹം സ്പോർട്സുമായിട്ട് ബന്ധമുള്ള ആളാണോ? ഇല്ല, ഒരു ബന്ധവുമില്ല. അഡ്വക്കേറ്റ് ആയിരുന്നു. 2 മക്കളുണ്ട്. മോൻ അരുൺ, അവൻ ഇപ്പം തലശ്ശേരി സായിയിൽ ഫെൻസിങ് കോച്ചായിട്ട് വർക്ക് ചെയ്യുവാണ്. പിന്നെ മോള് അനുഷ കഴക്കൂട്ടത്ത് മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണോ? അല്ലല്ല, ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ കുട്ടികൾ വരുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഹോക്കി കളിക്കുന്നെങ്കിൽ നമ്മൾ ഹോക്കിയിൽ മാത്രം ലയിച്ചിരിക്കുക. നമ്മൾ പ്ലെയറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ കഴിവും ഈശ്വരാനുഗ്രഹവും എല്ലാം കൊണ്ടും നമുക്കത് നേടാൻ കഴിയും. പക്ഷേ നമുക്ക് ആ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം.
ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ മാത്രമല്ല, കുറച്ച് കണ്ണീരണിയുന്ന നിമിഷങ്ങളും കൂടെ ഉണ്ടായിരുന്ന ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇന്ന് ഇവിടെ സമാപിക്കുന്നത്. മാഡം ഇപ്പോൾ പങ്കുവച്ച സങ്കടങ്ങൾ, ഒരു കായിക താരത്തിൻ്റെ സങ്കടങ്ങൾ പുതിയ ദേശീയ കായിക നയം വരുമ്പോൾ ഒരു പരിധിവരെയെങ്കിലും ഇല്ലാതാവും എന്നൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ അവസാനിപ്പിക്കാം. പങ്കെടുത്തതിന് വളരെ നന്ദി. എന്തായാലും വളരെ വളരെ നന്ദി. മുൻ അന്തർദേശീയ ഹോക്കി താരം ഓമനകുമാരി അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം മനേഷ് MP. നിർവഹണ സഹായം വിഷ്ണു മോഹൻ വെള്ളനാട്.